ശതാബ്ദി നിറവിൽ നിൽക്കുന്ന ലജനത്തുൽ മുഹമ്മദിയ ഏറെ സന്തോഷത്തെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സെലീന ടീച്ചറാണ്. ടീച്ചറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ MP ശ്രീമതി CS സുജാത ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. മാഡത്തിൻ്റെ അഭാവത്തിലും വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. കുൽസു നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. നന്ദി, നമസ്കാരം. വനിതാ വിഭാഗം MES വനിതാ വിഭാഗം ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ബഹുമാന്യ രക്ഷകർത്താക്കളെ, വാത്സല്യനിധികളായ കുഞ്ഞുങ്ങളെ, ശതാബ്ദിയുടെ നിറവിൽ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണിത്. ഇന്ന് സമാപന ദിവസം ഈ വനിതാ സമ്മേളനത്തിന് എത്തിയിരിക്കുന്ന ഈ നിറഞ്ഞ സദസ്സ് വളരെ ധന്യമായി തോന്നുകയാണ്. ലജനത്തിന്റെ ശതാബ്ദി 100 വർഷം 1914 സ്ഥാപിതവും 2014 100 വർഷം പിന്നിട്ടപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. അതിൻ്റെ ഒരു ഭാഗമായി ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സമ്മേളനത്തിൽ വെച്ച്, മതസൗഹാർദ്ദ സമ്മേളനത്തിൽ വെച്ച് 100 വനിതകൾക്ക് വിവാഹ ധനസഹായ സംരംഭത്തിന്റെ തുടക്കം കുറിച്ചു. പഠന നിലവാരം പുലർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. ക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ഈ സ്കൂളിലെ ഒരു അധ്യാപികയാകാനും തുടർന്ന് ഈ സ്കൂളിലെ തന്നെ ഒരു 12 മുതൽ പ്രിൻസിപ്പലാകാനും ഒക്കെ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് ഞാൻ വരുമ്പോഴും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ വീട് തൊട്ടപ്പള്ളി ഭാഗമാണ്. പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് ചിറയൻകീഴ് എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 മാസം അവധിക്കാലം ഞാൻ പറയും, ഞാൻ അമ്പലപ്പുഴയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് പോകുന്നു ആ വെക്കേഷൻ ടൈം എന്ന് പറയാറുണ്ട്. ചെറിയ ക്ലാസ്സിൽ പറഞ്ഞ് ശീലിച്ച ആ പാഠം എൻ്റെ ജീവിതത്തിൽ പകർത്താൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒരുപാട് അതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ചിന്ത വനിതാ വിഭാഗത്തിൻ്റെ, വനിതാ സമ്മേളനത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രാഗൽഭ്യം എന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന്. സ്മാർത്ത വിചാരം പിന്നിട്ട് 100 വർഷം കഴിയുമ്പോൾ ഇന്ന് സ്ത്രീ പ്രതികൂല സാഹചര്യങ്ങളിൽ
മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും മാത്രമല്ല, മറിച്ച് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണം. സന്ദർഭത്തിൽ ഏറ്റക്കുറവുകളുണ്ട്, വിവാദങ്ങളുണ്ട്. പണ്ടൊക്കെ സ്ത്രീയെ വർണ്ണിക്കുന്ന കവികൾ ധാരാളം ഉണ്ടായിരുന്നു. സ്ത്രീയുടെ സൗന്ദര്യമാണ് ശക്തി എന്ന് വർണ്ണിക്കുന്ന കവികൾ ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ സാംസ്കാരിക അധപതനമെന്നേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് അതാണ് സൗന്ദര്യം. എത്രയെത്ര വനിതകളാണ് നമ്മുടെ മുന്നിലുള്ളത് സ്ത്രീ ശക്തിക്ക് ഉദാഹരണമായി. ഏതെല്ലാം രംഗങ്ങളിലാണ്, രാഷ്ട്രീയ, സാമൂഹിക, കലാ, കായിക എന്നു വേണ്ട ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ പോലും നമ്മുടെ സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും അതിന് സാധിക്കുന്നുണ്ടോ? എല്ലാ സ്ത്രീകൾക്കും അതിനുള്ള പരിഗണന ലഭിക്കുന്നുണ്ടോ? ജീവിതത്തില് അതുപോലെ ഒത്തൊരുമയോടുകൂടി നമ്മളെ പിന്താങ്ങുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ പരിഗണിക്കുവാൻ, നമ്മൾക്ക് പ്രോത്സാഹനം തരുവാൻ, സാഹചര്യങ്ങൾ ഒരുക്കി തരുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് സാധിപ്പിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മുന്നോട്ട് വന്നുകൂടാ? ഇന്ന് പാടത്തെ പണി മുതൽ പർവ്വത ആരോഹണം വരെ അവർക്ക് സാധ്യമായിരിക്കുന്നു, സ്ത്രീക്ക് സാധ്യമായിരിക്കുന്നു. ഇതിനെല്ലാം ഒരു വശമുണ്ട്, വിദ്യാഭ്യാസം. അതിന്റെ പ്രാധാന്യം ഒന്ന് വേറെയാണ്. വിദ്യാഭ്യാസത്തെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് നമ്മൾ നേടുന്നതെങ്കിലോ തീർച്ചയായും നല്ലൊരു ജോലി കിട്ടും, അതുവഴി പണം കിട്ടും, അതുവഴി സമ്പന്നതയിലെത്തും. മറിച്ച് ആത്മീയ വിദ്യാഭ്യാസം മാത്രമാണ് അധിഷ്ഠിതമായെങ്കിലും അവിടെ ചില പാളിച്ചകളും മാത്രമാണെങ്കിൽ ചില പാളിച്ചകളും ഉണ്ടാകും. കാരണം ഭൗതിക ജീവിതത്തിന്റെ തന്ത്രപ്പാടില്, ഭൗതിക ജീവിതത്തിന്റെ പൊള്ളത്തരത്തിലോ കള്ളത്തരത്തിലോ ചെന്ന് അകപ്പെട്ടു പോകും. അപ്പൊ രണ്ടും കൂടിയുള്ള ഒരു വിദ്യാഭ്യാസം, അവിടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ ഓർക്കുക. രാഷ്ട്രപിതാവായ മഹാത്മജി പറഞ്ഞ ആ വാചകം, വിദ്യാഭ്യാസ നിർവചനം ഒരു കുട്ടിയിലും ഒരു മുതിർന്നവരിലുമുള്ള ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉത്തമ അംശങ്ങളുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അത് കൂടിയേ തീരുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് നമ്മൾ കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പലതാണ്. എവിടെയെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലവുമാകാം. തീർച്ചയായും അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുകയും നന്നായി വായിച്ചു വളരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറണം. വായിക്കുക എന്ന് പറയുമ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത്. കാരണം ഭൗതിക ജീവിതത്തിൽ ഭക്ഷണത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ആത്മീയ ജീവിതത്തിൽ വായന എന്ന് പറയുന്നത്. തികച്ചും വായിച്ച് തന്നെ വളരുന്ന കുഞ്ഞ് ലോകം മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങും. ലോകത്തിന്റെ മറുവശം മനസ്സിലാക്കാൻ സാധിക്കും. വായനയുടെ പ്രാധാന്യത്തിന്റെ ഒരുപാട് വശങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ഇപ്പോ ജീവിതം എന്ന് പറയുന്നത് കേവലം സുഖസമ്പൂർണമായ ഒരു ജീവിതം മാത്രമാണ് എന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അത് വികലമായ ഒരു കാഴ്ചപ്പാടാണ്. മൂല്യാധിഷ്ഠിതമായ ജീവിതം അത് നമുക്ക് നയിക്കാൻ സാധിക്കുമോ? നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ആത്മാർത്ഥത പുലർത്തുവാൻ സാധിക്കുമോ? ജീവിതത്തില് ആ പ്രവർത്തനങ്ങൾക്ക് നല്ല ശരീരത്തിൽ നല്ല ഒരു മനസ്സ്, നല്ല ഒരു പ്രവർത്തനം, ആത്മാർത്ഥതമായ ഒരു പരിശുദ്ധി അത് കാത്തു സൂക്ഷിച്ചു നോക്കി തീർച്ചയായും നമ്മൾ ഏത് രംഗത്താണ് നിൽക്കുന്നത് ആ രംഗത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. ആ ഒരു സാഹചര്യം മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഇന്ന് മുന്നിലുണ്ട്. വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല.
ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രതിഭകള് രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തും വളരെ പേരെടുത്ത വനിതകളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അവർക്ക് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തൻ സ്ത്രീകൾക്ക് മാത്രമായി ഒരുപാട് ഒരുപാട് സ്വഭാവ ഗുണ സവിശേഷതകൾ തന്നിട്ടുണ്ട്. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനിടയിൽ അല്ലെങ്കിൽ വ്യക്തി മുന്നേറ്റത്തിനിടയിൽ അത് അന്യം നിന്നു പോകരുത്, അതിന് കോട്ടം സംഭവിക്കരുത്, അതല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ ആൺമക്കളും പെൺമക്കളും ഉണ്ടായിട്ടും വാർദ്ധക്യം അന്യമാകുന്നു. വൃദ്ധസദനങ്ങൾ കൂണുകൾ പോലെ മുളച്ചു വരുന്നു, വാർദ്ധക്യത്തെ മാറ്റി നിർത്തുന്നു. തീർച്ചയായും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വലിയ പ്രൗഢ ഗംഭീര സദസ്സ് ധന്യമാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ പെൺകുട്ടികൾ ഏറെ പഠിക്കുന്നുണ്ട്. 22 ബാച്ചുകളിലായി ഹയർ സെക്കൻഡറി കുട്ടികൾ എയ്ഡഡും അൺഎയ്ഡഡുമായി പഠിക്കുന്നുണ്ട്. പെൺകുട്ടികളിൽ തന്നെ ഏറ്റവും മികച്ച മാർക്ക് ഒരു പെൺകുട്ടിയാണ് ഈ വർഷം കരസ്ഥമാക്കിയത്. 600-ൽ 600 മാർക്കും വാങ്ങി ആര്യ കൃഷ്ണ എ എന്ന വിദ്യാർത്ഥിനി ലജനത്തിന്റെയും ഈ സ്കൂളിന്റെയും ഒക്കെ അഭിമാനമായി തീർന്നു. അപ്പോൾ പെൺകുട്ടികൾക്ക് എത്തിച്ചേരാൻ വയ്യാത്ത വഴികളൊന്നുമില്ല, അവർക്ക് എത്താം. ആ മാനസികമായ തയ്യാറെടുപ്പ്, ശാരീരികമായ ആ ബലം ഒക്കെ കൂടി നല്ല ഒരു ചിന്തയോടും നല്ല ഒരു പ്രവർത്തനത്തോടും കൂടി മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ 3 ദിവസവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സ്കൂള് ഉത്സവരഹനിലാണ്. ഇതിൻ്റെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് നമുക്ക് വേണ്ടുന്ന എല്ലാ ഭൗതിക സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഏറ്റവും നല്ല ഒരു സ്കൂളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ, അഥവാ ലജനത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന സ്കൂളും അതിൻ്റെ സംഘടനയും എല്ലാം ഇന്ന് നിറവിലാണ്. ഈ നിറവിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് അടുത്ത ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ വലിയ മാനേജ്മെന്റിന് അതിനുള്ള സന്നാഹങ്ങളും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഭാവിയിൽ സർവശക്തൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ ആശംസയും സന്തോഷവും ഒക്കെ രേഖപ്പെടുത്തുന്നു. 100ാമത് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വനിതാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. തീർച്ചയായും ഇത് കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്തെ ആകമാനം കുടുംബങ്ങളിൽ പോലും ലജനത്തുൽ മുഹമ്മദിയയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുകയാണ് എന്ന് നേരിട്ട് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇത്രയേറെ ഒരു സംസ്ഥാന തലത്തിലുള്ള പരിപാടിയോട് കാണിക്കുന്ന രീതിയിലുള്ള ആദരവ് സർക്കാരും അതുപോലെ തന്നെ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും നമ്മുടെ പ്രദേശത്തുള്ള ഇതര സാംസ്കാരിക സംഘടനകളും കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. നിശ്ചയമായും കഴിഞ്ഞ 100 വർഷമായി ലജനത്തുൽ മുഹമ്മദിയ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമൊക്കെ അതീതമായി ഈ പ്രദേശത്ത് നടത്തി വരുന്ന വിവിധങ്ങളായ പരിപാടികളുടെ പരിഷ്കരണ പരിപാടികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഈ സമ്മേളനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിനെ കേവലം ഒരു സ്കൂള് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. ഒരു പക്ഷേ ഈ മേഖലയിലെ എല്ലാ കുടുംബങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ ലജനത്തുൽ മുഹമ്മദിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാൻ സത്യത്തിൽ സ്കൂള് കഴിഞ്ഞ 83-84 കാലഘട്ടങ്ങളിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പായി ഏകദേശം 1945 കാലഘട്ടത്തിൽ ലജനത്തുൽ മുഹമ്മദിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വായനശാല രൂപീകരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മേഖലയിലുള്ള ആളുകളെ വായനയിലേക്ക് അറിവിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒന്ന് കൈപിടിച്ചുയർത്തുന്നതിൽ
ഈ പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള വലിയ പങ്ക് അതിലൂടെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഇന്നും ഏകദേശം ഒരു ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയുടെ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായി എനിക്ക് പറയാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ഒരു ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയായി ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മേഖലയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായാൽ അത് റെഫർ ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 10,000-ത്തിലധികം പുസ്തകങ്ങൾ ശേഖരിച്ച് നമ്മുടെ നാടിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനം ഉത്തരോത്തരം മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ സർവേശ്വരനോട് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായും ഇവിടെ നിരവധി പരിപാടികളുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ സമയത്തിന്റെ കുറിപ്പാണ് സംഘാടകർ ഒരു കുട്ടിവശം കൊടുത്തയച്ചത്. ഇത്ര മിനിറ്റിനുള്ളിൽ പ്രസംഗം നിർത്തണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. വേദിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട ഒക്കെ നമ്മുടെ ഹസീന അമാൻ തുടങ്ങി നമുക്കറിയാം, ഒരു കൗൺസിലർ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും ലജനത്തിലെ ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഒരു ഗായക എന്നുള്ള നിലയിലും ഒക്കെ പ്രശസ്തി ഉള്ള ഹസീന അമാനിൽ തുടങ്ങി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വഖഫ് ബോർഡിൽ 2 വനിതാ അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഷമീമ ഇസ്ലാഖിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ നമുക്ക് കഴിയും. അവരെ കൂടി ഈ വേദിയിലേക്ക് കൊണ്ടുവന്നപ്പോ കേരളത്തിലാകമാനം സ്ത്രീ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ കക്ഷി രാഷ്ട്രീയത്തിന് യാതൊരു തരത്തിലുള്ള മറകൾ സൃഷ്ടിക്കാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ അഭിമാനമായി ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായി അത് കഴിഞ്ഞ് പാർലമെന്റ് മെമ്പറായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് CS സുജാതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വനിതാ വികസന കോർപ്പറേഷൻ കേരള സർക്കാർ തന്നെ വളരെ അഭിമാനപൂർവ്വം സകല സംവിധാനങ്ങളും നൽകിക്കൊണ്ട് കേരളത്തിലെ വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള അഡ്വക്കേറ്റ് P. കുൽസു, മുൻപ് സത്യത്തിലെ വനിതാ കമ്മീഷൻ അംഗം കൂടിയായിരുന്ന അഡ്വക്കേറ്റ് P. കുൽസു ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചുരുക്കി ഞാൻ സംസാരിക്കാൻ ബാധ്യതയാണ്. ഏതായാലും അതിനേക്കാൾ പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സും ഇവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇവിടേക്ക് കടന്നു വരുന്നതിന് തൊട്ട് മുമ്പുള്ള 2-3 ദിവസങ്ങളിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും പല പരിപാടികളുമായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. അതിൽ ഇന്നലത്തെ പങ്കെടുത്ത 1-2 പരിപാടികളുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ഞാൻ പറയുകയാണ്. ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് നമ്മുടെ പരമാദരണീയനായ ഗവർണർ പങ്കെടുക്കുന്ന ഭാരത് സേവക് സമാജിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അടുത്ത 10 വർഷത്തേക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ പരിവർത്തന ദശാബ്ദം എന്ന് പറയുന്ന പ്രഖ്യാപന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ ആ വേദിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാൻ കഴിഞ്ഞു. അവരുമായി സംസാരിക്കാനുള്ള അവസരവും ലഭിച്ചു. അതിനുശേഷം നമ്മുടെ CS സുജാതയുടെ നാടായിട്ടുള്ള ഓണാട്ടുകരയില് വലിയ കാർഷികോത്സവം നടക്കുകയാണ്. അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് അവസരം ലഭിച്ചത്. അവിടെയൊക്കെ പോയപ്പോ നമ്മുടെ സ്ത്രീകൾക്ക് വന്നിരിക്കുന്ന വലിയ ചിന്താധാരയിലുള്ള മാറ്റത്തെ സംബന്ധിച്ചാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ധാർമ്മിക മൂല്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ധർമ്മച്യുതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചുംബന സമരത്തെ കുറിച്ച് വേറെ കുറെ സ്ത്രീകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്തേക്ക് നമ്മുടെ പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് കടന്നു വന്ന പക്ഷിപ്പനി പോലെയുള്ള ഒരു രോഗം അത് കടന്നു വന്നപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ, പക്ഷെ ഇന്ന് അത് മാറിക്കഴിഞ്ഞ് ഒരു സാധാരണ വീട്ടമ്മ എന്നോട് പറഞ്ഞത്, നമ്മളൊക്കെ പത്രങ്ങളിൽ വായിക്കുമ്പോഴും അവരൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവതികളാണ്. 100 ഡിഗ്രി ഏത് പക്ഷി ഇറച്ചിയാണെങ്കിലും 100 ഡിഗ്രി ആ ഇറച്ചി 10 മിനിറ്റ് സമയം അത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ അണുക്കൾ കാണില്ല എന്നതടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് സ്ത്രീകൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഞാനും CS സുജാതയും ഒക്കെ എത്രയോ ഇതുപോലെയുള്ള വനിതാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ പറയാനുള്ളത് പൊതുവായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ന് സ്ത്രീകളുടെ ചിന്താധാരയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം,
ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രയേറെ പുതിയ പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഇത്ര ആകാംക്ഷയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ആലോചിക്കണം. പാകിസ്ഥാനിലെ പെഷവാറില് അവിടെ എന്തിന്റെ പേരിലാണ് തീവ്രവാദികൾ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിക്കൊണ്ട് എന്തിന്റെ പേരിലാണ് ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത്? ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് ആ തീവ്രവാദത്തെ ആരാണ് യോജിക്കുന്നത്? ആർക്കാണ് അതിനെ അനുകൂലിക്കാൻ കഴിയുന്നത്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഏത് മതത്തിനെങ്കിലും അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? നാം ആലോചിക്കണം. ബഹുമാന്യരായ ഈ വലിയ സദസ്സിന് മുന്നിൽ ഞാൻ പറയുകയാണ്, ഉദ്യാനത്തിലെ ശലഭങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ കാണണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആ തീവ്രവാദത്തെ അതിശക്തമായി എതിർക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അമ്മമാരായ ഈ നാട്ടിലെ പൗരന്മാരായ നമ്മൾ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവിക്കാൻ പാടില്ല. അനാഥ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതം പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മതത്തിന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു തീവ്രവാദത്തിലേക്ക് കടക്കാൻ കഴിയില്ല. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള മതങ്ങളുടെ പേരുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല. നിശ്ചയമായും തീവ്രവാദത്തിൻ്റെത് വ്യത്യസ്തമായ മതമാണ്, തീവ്രവാദത്തിൻ്റെത് വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒന്നുമതില്ല. രണ്ടാമതായി ഞാൻ എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാനിത് സൂചിപ്പിച്ചത് തീർച്ചയായും ഇത് സ്ത്രീകളുടെ വിഷയമാണ്. നമ്മളാണ് മക്കളെ വളർത്തുന്നത്, നമ്മളാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളാണ് മക്കളെ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ, എന്നെ അവിടെ നിന്ന് ചോദ്യം ചെയ്യാൻ, എനിക്കതിന് മറുപടി പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കുവാനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ സമാധാനമായി പ്രചരിപ്പിക്കുവാനും നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഇന്ത്യയുടെ മഹത്തായ ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ഭരണഘടന. നിശ്ചയമായും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തകളോ പ്രവർത്തനങ്ങളോ ഏതെങ്കിലും കോണുകളിൽ നിന്നുണ്ടായാൽ അത് നമ്മൾ ഏത് നിലയ്ക്കും ശക്തമായി എതിർക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ച മതപരിവർത്തന വേള എന്താ? ഈ മതപരിവർത്തന വേള നടത്താൻ നമുക്ക് എന്താണ് അധികാരമുള്ളത്? ഇവിടെ ഹിന്ദുമതവും, ഇവിടെ ക്രിസ്തുമതവും, ഇവിടെ ഇസ്ലാം മതവും, ഇവിടെ ജൂതമതവും, അതുപോലെ തന്നെ പാഴ്സി മതവും ഒക്കെ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ, അവരുടെ ആരാധനാലയങ്ങളിൽ പോകുവാൻ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ക്രമീകരണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അധികാരമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അതിന്റെ രാഷ്ട്രീയ വശത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. അതിന്റെ സാമൂഹ്യപരമായിട്ടുള്ള ആ വലിയ വിപത്തിനെ കുറിച്ച് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ബോധവതികളാകണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടന്നത്. നിശ്ചയമായും അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മുടെ ചിന്തകളിൽ കൂടുതലായി കടന്നു വരേണ്ടത് എന്നുള്ള വിനയപൂർവമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞത് എന്ത് സമരങ്ങളൊക്കെയാണ്. എന്തായാലും ഹൈക്കോടതി ആ സമരം ശക്തമായി, ഹൈക്കോടതി ഒരു വിധിയിലൂടെ, ഒരു ഇടക്കാല വിധിയിലൂടെ ആ പ്രതിഷേധ സമരത്തെ ശക്തമായി എതിർത്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ രക്ഷിതാക്കൾ എത്രത്തോളം ഉത്കണ്ഠാകുലരാകുന്നു. നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ ഒരുപാട് കടന്നു വരുന്നു. ഈ സ്കൂളിന്റെ മുൻവശത്തു കൂടി തന്നെ നമുക്കറിയാം ഏതെല്ലാം രാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ നമ്മുടെ നാട് കാണാൻ വരുന്നു, നമ്മുടെ കായൽ ടൂറിസം കാണാൻ വരുന്നു, ഹൗസ് ബോട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനൊക്കെ കടന്നു വരുന്ന ആളുകൾ കേവലം നമ്മുടെ ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം കാണുക എന്നുള്ളത് മാത്രം കണക്കാക്കി വരുന്നവരല്ല, മറിച്ച് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൈതൃകമുണ്ട്, നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ഒരു വലിയ ധാർമ്മികതയുണ്ട്, നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ഒരു വലിയ മൂല്യമുണ്ട്. ഈ മൂല്യങ്ങളെ ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറെ ആളുകൾ ഇന്ന് ആധുനിക സംവിധാനങ്ങളുടെയൊക്കെ വിവര സാങ്കേതിക വിദ്യയുടെ
ദൂഷ്യഫലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അതിശക്തമായി എതിർക്കുവാനുള്ള ഉത്തരവാദിത്തം കൂടി ഞാനും നിങ്ങളും ഇരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ദീർഘമായി ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. ലജ്നത്തുൽ മുഹമ്മദിയ ഇവിടെ വളരെ പ്രഗത്ഭമായ രീതിയിൽ ഒരു സ്കൂള് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകും. നമുക്കറിയാം, എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ പോയാൽ ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഓരോ സ്കൂളിന്റെയും പ്രവർത്തനങ്ങൾ നോക്കുന്ന രക്ഷിതാക്കളെ കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്കൂളുകൾ തീർച്ചയായും വളരെ പ്രഗത്ഭമായ രീതിയിൽ വാശിയോടെ മത്സര ബുദ്ധിയോടെ നല്ല റിസൾട്ട് ഉണ്ടാക്കണമെന്നുള്ള ശക്തമായ നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് മാനേജ്മെന്റുകളും PTA ഒക്കെ സ്കൂളുകളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം വളരെ ഭംഗിയായി തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഒക്കെ വളരെ പ്രഗത്ഭമായി ഇവിടെ പറയുകയുണ്ടായി. നമുക്കറിയാം, വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം ഇന്ന് നമുക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റിയിരിക്കുന്നു. എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ നിയമം വന്നിരിക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് അതുണ്ടായത്? നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ലോകത്ത് തന്നെ 2-3 രാജ്യങ്ങളിലാണ് വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് 6 മുതൽ 16 വയസ്സ് വരെ അല്ലേ ഉള്ള കുട്ടികൾ തെരുവിൽ കിടന്നുറങ്ങിയാൽ അവരെ വിളിച്ച് പഠിപ്പിച്ച് വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. രക്ഷിതാക്കൾക്കുണ്ട്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്, സർക്കാരുകൾക്കുണ്ട്, ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും മൂല്യവും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകയായിട്ടുള്ള 17 വയസ്സുള്ള പാകിസ്ഥാനിലെ മലാല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ആ പെൺകുട്ടി തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ഇരയായത് എന്ന് നമ്മൾ ആലോചിക്കും. പാകിസ്ഥാനിൽ സ്വാത്ത് എന്ന് പറയുന്ന താഴ്വര പോയിട്ടില്ല, പക്ഷെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു താഴ്വരയാണ് സ്വാത്ത് താഴ്വര. മീ മലാല ഞാൻ മലാല എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട്. നിങ്ങൾ പലരും അത് വായിച്ചു കാണും. സ്വാത്ത് താഴ്വരയെ കുറിച്ചുള്ള ഒരു വർണ്ണന തന്നെയുണ്ട്. ലോകത്തെ സഞ്ചാരികളൊക്കെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഭംഗിയുള്ള പ്രദേശമാണ് സ്വാത്ത് താഴ്വര എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന 14 വയസ്സുകാരിയായ മലാല യൂസഫ് സായി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ സ്കൂളിലേക്ക് പഠിക്കാനായി പോകുമ്പോൾ അവളെ സ്കൂളിലേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിയത് അവിടുത്തെ തീവ്രവാദി സംഘടനകളാണ്. എന്താണ് അവർ പറഞ്ഞത്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട, പെൺപള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണം. പെൺപള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയായ 14 വയസ്സുള്ള മലാല എന്ന് പറയുന്ന കുട്ടിയും അവരുടെ കൂട്ടുകാരികളും ഒരുപാട് വിഷമിച്ചു. അവളുടെ വീട്ടിൽ വന്ന് അലമാരി തുറന്നു നോക്കുമ്പോൾ ബാഗും പേനയും പെൻസിലും ബുക്കും ഒക്കെ കണ്ടപ്പോ മലാല യൂസഫ് സായി എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കരഞ്ഞു. ആധുനിക സംവിധാനം ഉപയോഗിച്ച് ട്വിറ്ററിലൂടെ ലോകത്തിന് മലാല എഴുതിയതെന്താ? അവൾ പറഞ്ഞു, ഈ തീവ്രവാദികളുടെ നിലപാട് ശരിയല്ല എന്നെഴുതി. ഇത് കണ്ട തീവ്രവാദികൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 14-കാരിയായ മലാലയെയും കൂട്ടുകാരെയും വെടിവെച്ച് വീഴ്ത്തി. പാകിസ്ഥാനിലെ ഗവൺമെന്റ് ലണ്ടനിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് ഏതായാലും മലാലയ്ക്ക് ജീവനുണ്ട്, അവൾക്ക് ബുദ്ധിക്ക് യാതൊരു ക്ഷയവും വന്നിട്ടില്ല, വളരെ ശക്തിയായി നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ത്രീ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയുന്നു. പെൺപള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്നു. ഈ പെൺകുട്ടിക്ക് ഐക്യരാഷ്ട്ര സംഘടനയില് ആദ്യമായി ഐക്യരാഷ്ട്രസഭയില് വിവിധ രാഷ്ട്രങ്ങളിലുള്ള നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ കിട്ടിയ അവസരത്തിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് തൊട്ടുമുമ്പ് ആ പെൺകുട്ടിയുടെ പ്രസംഗത്തിന്റെ തുടക്കം തന്നെ എന്താ? തൊട്ടടുത്ത രാജ്യമായ ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയില് മതവിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഭൗതികമായ വിദ്യാഭ്യാസത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. എത്ര ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് നമ്മുടെ രാജ്യത്ത് ആവിഷ്കരിച്ചിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുവാൻ തയ്യാറാവണം. പണ്ടത്തെ പോലെ പെൺകുട്ടികളെ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 15 ആയോ 16 ആയോ 17 ആയോ 18 ആയോ എന്ന് നോക്കിക്കൊണ്ട്
പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് വിദ്യാഭ്യാസവും അനിവാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ മാറ്റമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കണക്കുകളും നമ്മുടെ നാട്ടില് ചെറുപ്പത്തിലെ വിവാഹപ്രായം എത്താത്ത പെൺകുട്ടികളെ കൂടുതലായി ഈ കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ കല്യാണം കഴിച്ചയക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരിക്കലും നമ്മൾ രക്ഷിതാക്കൾ ഒരിക്കലും അതിന് തയ്യാറായിക്കൂടാ. രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നത് തെറ്റാണ്. അത് രാജ്യദ്രോഹമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സംസാരിക്കുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളൂ. നേതാവും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായ, വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, മക്കളെ പഠിപ്പിക്കുവാൻ ഒരവസരവും ഉണ്ടായിരുന്നില്ല, പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. ആ കാലത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ളത്. ആ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റുന്നതിൽ ഈ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ഏറെ ആദരിക്കപ്പെടേണ്ടതുണ്ട്. 100 വർഷക്കാലത്തെ ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി ഇവിടെ സൂചിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ വളരെ ഭംഗിയായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂള് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരിക്കുകയാണ്. പ്രമുഖരായ ഒരുപാട് പേർ ഇനിയും പ്രസംഗിക്കാറുണ്ട്. നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നുമില്ല. ഉദ്ഘാടകയ്ക്ക് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാവരും സംസാരിക്കേണ്ടത് കൊണ്ട് ഷാനിയും വളരെ കുറച്ച് പറഞ്ഞ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഷാർപ്പായി ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഷാനി തന്നെ അത് തുടങ്ങിക്കൊണ്ട് ഞാൻ അതിലേക്ക് ഏറെ പോകുന്നില്ല. നമ്മുടെ സഹോദരങ്ങളാണ് തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിലെ. അവിടെ പെഷവാറിലുണ്ടായ ആ കൂട്ടക്കുരുതിയിൽ വേദനിക്കാത്തവരാരുമില്ല. വല്ലാത്ത സങ്കടവും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കുഞ്ഞു മക്കളുടെ ചോര വീണ ക്ലാസ് മുറികൾ കാണുമ്പോൾ നൊമ്പരപ്പെടാത്ത ഒരമ്മയും മനസാക്ഷിയുള്ള ഒരാളും ഉണ്ടാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാം നിലവിളി കേൾക്കുമ്പോൾ ഇതെന്നൊന്ന് അവസാനിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കരച്ചില്, എത്രയോ കുട്ടികളെയാണ് അവിടെ ഇസ്രയേലികൾ കൊന്നൊടുക്കിയത്, എത്ര സ്ത്രീകളെയാണ് ആക്രമിച്ചത്. അപ്പൊ ഇസ്രയേലായാലും ലിബിയയിലായാലും സിറിയയിലായാലും ഈജിപ്തിലായാലും ടുണീഷ്യയിലായാലും അമേരിക്കയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും പാകിസ്ഥാനിലായാലും എന്ത് സംഭവം വന്നാലും അതിനെല്ലാം ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും തന്നെയാണ്. ഇവിടെ മലാല യൂസഫ്സായിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇന്ത്യക്കാരനായിട്ടുള്ള കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം നൊബേൽ സമ്മാനം നേടിയ മലാല യൂസഫ്സായി. നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ബേനസീർ ഭൂട്ടോയുടെ നാട്. ഞാൻ നമ്മളൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നവരാണ്. ഇവിടുത്തെ ലൈബ്രറിയിലും ഉണ്ടാകും ബേനസീർ ഭൂട്ടോയുടെ ആത്മകഥ, ഡോട്ട് ഓഫ് ദി ഈസ്റ്റ്. ഞാൻ ഷാനിയെല്ലാം പുസ്തകം വായിച്ചുള്ളതാണ്. അവരുടെ കൊലപാതകം അതിൽ മനം വന്നവരാണ് നമ്മളൊക്കെ. ആ നാട്ടില് കുഞ്ഞുങ്ങളേറെ കഷ്ടപ്പാടുകൾ നേരിടുന്നു. ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്ത്രീകളുടെ അവസ്ഥ കുറെ കൂടി മെച്ചപ്പെടേണ്ടത് തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ 68 വർഷം തികഞ്ഞ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്കൂള്, ലജനത്തുൽ സ്കൂള് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കം
തുടക്കം കുറിച്ച് ഒരുപാട് കുട്ടികളെ വിവിധ തലങ്ങളിൽ എത്തിച്ച് കേരളത്തിന്റെ മുമ്പിൽ അന്തസ്സായി തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. ഇന്നും അക്ഷരത്തിന്റെ ലോകത്തേക്ക് കടന്നു വരാൻ അവസരം കിട്ടാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. പക്ഷെ ഷാനിമോളെ സൂചിപ്പിച്ചു, സാർവത്രികവും സൗജന്യവും നിർബന്ധിതമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് 2009 നിയമം പാസ്സാക്കിയതായി. ആ നിയമത്തിന്റെ പ്രയോജനം എല്ലാ വിഭാഗത്തിനും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് നേടിയെടുക്കാനൊക്കെയുള്ള വലിയ പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെടണം. വിദ്യാഭ്യാസ രംഗത്തേക്ക് രാജ്യത്തെ സ്ത്രീകൾക്ക് പോകാൻ കഴിയണം. മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് വേണം. ലോകത്ത് ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം പ്രയാസപ്പെടുന്ന സ്ത്രീകളുടെ നാടാണ് ഇന്ത്യ. പ്രസവ സമയത്ത് മരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതലുള്ള നാടുകളിൽ ഒന്നാണ് ഇന്ത്യ. ആരോഗ്യരംഗത്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഈ അവസ്ഥയ്ക്കൊക്കെ തന്നെ പരിഹാരം കണ്ടെടുക്കാൻ സാധിക്കൂ. വന്ധ്യകരണ ശസ്ത്രക്രിയക്ക് വിധേയമായി സ്ത്രീകള് ഛത്തീസ്ഗഡിൽ മരിച്ചപ്പോൾ കരയാത്തവരാരുമില്ല. അന്നത്തെ പത്രം നോക്കി സങ്കടപ്പെടാത്തവരാരുമില്ല. എന്തൊരു സ്ഥിതിയാണ് സ്ത്രീകളുടെ. ഇന്നും പലതരത്തിലുള്ള ഐത്തം, അതിന്റെ ഫലമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യത്തിന്റെ സത്ഫലങ്ങളെ കുറിച്ച് വാദോരാതെ നമ്മൾ സംസാരിക്കുമ്പോൾ സവർണൻ ഭക്ഷിക്കുന്ന ഇലയിൽ ഉണ്ടാൽ അവർണന് മോക്ഷം കിട്ടും, അതിനുവേണ്ടി ക്യൂ നിൽക്കുന്ന ചില പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതും ഇന്ത്യയിലാണ്. 2 ക്ലാസ് സമ്പ്രദായം ഇന്ന് ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീകള്, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകള് ഇന്നും വെള്ളം ശേഖരിക്കുന്നതിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വീടില്ലാത്ത, വെളിച്ചമില്ലാത്ത, വെള്ളമെത്താത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഇന്നും നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അതൊക്കെ മാറുന്ന ഒരു സ്ഥിതി വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന മോചനം നമുക്ക് ലഭിക്കൂ. ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന നായകന്മാരും രാജ്യത്ത് മാറ്റമുണ്ടാകണമെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകണമെന്ന് ശക്തമായി അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഇവിടെ ഷാനി സൂചിപ്പിച്ച ശൈശവ വിവാഹം നിരോധിക്കുന്നതിനെ സംബന്ധിച്ച്, സ്വത്തിൽ സ്ത്രീകളുടെ അവകാശം, അവർക്ക് അവകാശം കൊടുക്കണം, അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അവിടെയൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ വല്ലാത്ത നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ചർച്ചകൾ രാജ്യത്ത് നടക്കുകയാണ്. അത് ഏത് തരം ആളുകൾ പറഞ്ഞാലും അതിനെ ഞങ്ങളൊക്കെ ശക്തമായി എതിർക്കും. അതേത് തീവ്രവാദ സെറ്റ് പറഞ്ഞാലും സ്ത്രീകൾ പഠിക്കണ്ട, നിങ്ങൾ വീടിനകത്ത് ഇരുന്നാൽ മതി എന്ന് പറയുന്ന തീവ്രവാദത്തെ നമ്മൾ നന്നായി എതിർക്കും. സ്ത്രീകള് ഭരണരംഗത്തേക്ക് കടന്നു വരണ്ട. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ 50% സ്ത്രീകൾ ഭരണരംഗത്തേക്ക് കടന്നു വന്ന സംസ്ഥാനമാണ്. ഞങ്ങളൊക്കെ അതിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചുമതലക്കാരായി ഇരുന്നിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ഇപ്പോഴും അതിനകത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷെ നയരൂപീകരണ സമിതികളിൽ പോലും സ്ത്രീകൾ ഇല്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോരാടുകയാണ്. അസംബ്ലിയിലും പാർലമെന്റിലും എല്ലാം സ്ത്രീകൾക്ക് 33% സംവരണമാണ്. അത് ആരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അങ്ങനെ ഭരണത്തിലടക്കം സ്ത്രീകൾക്ക് പങ്കാളിത്തം ലഭിക്കണം. അതിനുവേണ്ടി ഇപ്പൊ വഖഫ് ബോർഡിലൊക്കെ ഇവർ വന്നപ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് വേണ്ട, സ്ത്രീ വരയ്ക്കാത്തിൽ തന്നെ ഇരുന്നാൽ മതി, നിങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്നാൽ മതി, നിങ്ങൾ പുറത്തോട്ട് വരണ്ട എന്ന് ചിലരൊക്കെ നടന്ന് പറയുന്നു. അതിനെ ശക്തമായി നമ്മൾ എതിർക്കുകയാണ്. ഇവിടെ ഹിന്ദു സ്റ്റാൻ സൂചിപ്പിച്ച പോലെ ഹിന്ദുവും മുസൽമാനും സിഖുകാരും പാഴ്സികളും ജൈനരും എല്ലാം ഓരോ അമ്മ പെറ്റ മക്കളാണ്. എല്ലാ വിഭാഗത്തിലെ സ്ത്രീകളും നന്നായി പൊതുധാരയിലേക്ക് കടന്നു വരണം. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. ബഹുദൂരം സഞ്ചരിച്ചെങ്കിലേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ ഇവിടെ വരെ എത്തി. വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ ചെയ്തു, ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖവും സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് നമ്മൾ മറന്നുപോകുന്നു. കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ലജനത്തുൽ മുഹമ്മദിയ സ്ഥാപനത്തെ സംബന്ധിച്ച് അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഷാനി ഇവിടെ പറഞ്ഞു, ഒരു 100 വർഷത്തെ മഹത്തായ പാരമ്പര്യം പേർക്കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കേരളത്തിന്റെ പണ്ടത്തെ അവസ്ഥയിൽ
സ്കൂളിൽ പോയി പഠിക്കുന്നത് പാപമായിരുന്നു. പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ പോരാട്ടത്തിന്റെ ഫലമായി അവിടെ മഹാനായ ശ്രീനാരായണ ഗുരുദേവരും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും പാപ്പടാനന്ദ സ്വാമികളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളും ലജനത്തുൽ സ്ഥാപനത്തിന്റെ പൂർവ്വസൂരികളും എല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ 1.5 കിലോമീറ്ററിൽ ഒരു LP സ്കൂൾ കാണാം, 3 കിലോമീറ്ററിൽ UP സ്കൂളുണ്ട്, 5 കിലോമീറ്ററിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി ഉണ്ട്. കേരളത്തിലെ ഒരുപാട് കോളേജുകൾ വന്നു. പ്രീ ഡിഗ്രി, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ ഈ കേരളത്തിൽ ഏറ്റവും അധികമായിരിക്കുന്നു. ഇതൊന്നും ചുമ്മാതെ കിട്ടിയതല്ല. ഇവരെല്ലാം നടത്തിയ ഫൈറ്റ് 57 മുതലുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ അതിന്റെ ഫലമായി ലഭിച്ചിരിക്കുന്ന ഈ നേട്ടം ഒട്ടും ചെറുതല്ല. പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ സമ്പ്രദായ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ കേരളത്തിന് മുന്നേറാൻ സാധിച്ചു. അതുകൊണ്ടാണ് എവിടെ പോയാലും അന്തസ്സോടെ നമ്മുടെ നാടിന് തലയുയർത്തി നിൽക്കാൻ പറ്റും. നമുക്ക് എത്ര കുഴപ്പങ്ങളുണ്ടെങ്കിലും നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത്. ഇവിടെ ലജ്നത്തുൽ മുഹമ്മദിയ എന്ന സ്ഥാപനം എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വന്ന വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനും എത്രയോ മുമ്പ് 1914 തന്നെ മതവിദ്യാഭ്യാസം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് കരുതിയിരുന്ന മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തെ സമുദായത്തെ മുഴുവൻ പ്രബുദ്ധരാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം എന്ന നിലയിൽ ലജ്നത്തുൽ മുഹമ്മദിയ സ്ഥാപനം ഇന്ന് 100ന്റെ മികവിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നുന്നത്. അതിന് നിങ്ങൾ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള എൻ്റെ അങ്ങേയറ്റത്തെ കടപ്പാട് നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ആഹ്വാനം ചെയ്ത പ്രവാചകനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത് എൻ്റെ ദൗത്യമാണ്, എൻ്റെ സമുദായത്തിൻ്റെ ദൗത്യമാണ്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് തെളിയിച്ചു കൊടുത്തൊരു പ്രസ്ഥാനം. ഏറ്റവും മേലെ ഇന്നും വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അന്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേയെങ്കിലും ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള പുരുഷന്മാർ, എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഭാഗത്ത്, ഞങ്ങളുടെ മലബാർ ഭാഗത്ത് ഒരുപാട് പുരുഷന്മാരും ജീവിത മാർഗത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ തേടിപ്പോയി. അന്ന് ബർമയും സിംഗപ്പൂരും മലേഷ്യയും പോലുള്ള രാജ്യത്തേക്ക് ആദ്യമായി ചെന്ന് കയറിയപ്പോൾ തങ്ങളുടെ ഭാര്യമാരോടൊന്ന് സംസാരിക്കാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നില്ല. തൻ്റെ ഉമ്മയോടോ തൻ്റെ ഭാര്യയോടോ തങ്ങളുടെ മക്കളോടോ സുഖവിവരങ്ങൾ അറിയിച്ചിരുന്നത് കത്തുകളിലൂടെയാണ്. ആ കത്ത് ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ 2, 3, 4 മാസം കൂടുമ്പോൾ വരുന്നൊരു കത്ത്. ആ കത്ത് വായിക്കാനോ അതിനൊരു അഡ്രസ്സ് എഴുതാനോ പോലും കഴിയാത്ത എത്രയോ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളുള്ള ഒരു സംസ്ഥാനമാണ്. ഒരു കത്തില് വായിച്ചതില് തന്റെ ഭർത്താവ് എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ അത് എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതിരുന്ന ആ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ അന്ന് നമ്മുടെ രാജ്യത്തെ പോസ്റ്റ്മാൻമാർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ അതെന്തുമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അന്ന് പോസ്റ്റ്മാൻമാരായിരുന്നു ഏറ്റവും വലിയ പ്രസ്ഥാനം. പോസ്റ്റ്മാൻമാർ വീട്ടിലേക്ക് കത്തുകൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ സ്വന്തം ഭർത്താവിനെ കാണുന്നതിനേക്കാൾ ഏറെ സ്നേഹത്തോടു കൂടി പോസ്റ്റ്മാനെ കാത്തു നിൽക്കുന്ന സ്ത്രീകൾ, ആ പോസ്റ്റ്മാനെ ഒന്ന് പോസ്റ്റ്മാനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ, വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകൾ, ഇനി വന്നാലോ വരുന്നത് കാത്ത തൻ്റെ ജീവിതത്തിന്റെ കുടുംബത്തില് പട്ടിണിയാണെങ്കിൽ പോലും തൻ്റെ കയ്യിലുള്ള പണം പോസ്റ്റ്മാന് പ്രസന്റായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് എന്നാണോ തൻ്റെ ഭർത്താവിന് അവരുടെ വിചാരം പോസ്റ്റ്മാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ കത്ത് വരുന്നു. ഇനി വന്നു കഴിഞ്ഞാലോ കത്തുമായിട്ട് വരുന്ന പോസ്റ്റ്മാൻ തന്നെ നിന്നുകൊണ്ട് വായിച്ച് അവസാനം പ്രിയപ്പെട്ട ഭാര്യക്കുള്ള ചുംബനം, അല്ലേ? ഇന്ന് ചുംബന സമരത്തിന്റെ കാലം. ഷാനിമോളും സുജാതയും വന്ന് സൂചിപ്പിക്കേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് കൈമൊത്തി സലാം എൻ്റെ നാട്ടിൽ പറയാറ്, അല്ലെങ്കിൽ മുഖംപൊത്തി ഉമ്മ. ഇതടക്കം വായിച്ചു കൊടുക്കുന്ന ഒരു പോസ്റ്റ്മാന്റെ പതിവ് ആ കാലഘട്ടത്തിൽ നിന്നാണ് വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടുകയും അങ്ങനെ ആദ്യമായിട്ട് സ്ത്രീകൾ 10ാം ക്ലാസ് വരെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഒരുപക്ഷെ ഞാനും ഷാനിമോളും സുജാതയൊന്നും ആ കാലഘട്ടത്തിൽ പഠിച്ചതല്ല. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും SSLC വരുമ്പോഴേ പഠിച്ച മുസ്ലിം സ്ത്രീകൾക്ക് അന്ന് സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു.
പുതിയാപ്പിളമാര് കെട്ടിക്കൊണ്ട് ആകെയുള്ള ലക്ഷ്യം പുതിയാപ്പിളമാര് കെട്ടിക്കൊണ്ടുപോകാൻ. പുതിയാപ്പിളമാര് കെട്ടാൻ വരുമ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച് തോറ്റോ ജയിച്ചോ അത് വിഷയമല്ല. പഠിച്ചിരിക്കുന്ന സ്ത്രീകളേക്ക് വിവാഹം കമ്പോളത്തിൽ വലിയ മാർക്കറ്റ്, വലിയ ഡിമാൻഡ്, അവരെ കൊത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ എല്ലാവർക്കും തോന്നിയത് തിരക്കുകളില്ല, മോശമില്ലാത്തൊരു പണി. അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ഈ ഉമ്മമാരുടെ മക്കള് അടുത്ത വർഷത്തേക്ക് അടുത്ത തലമുറയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രഗത്ഭരായ ആളുകളും ഉൾക്കൊള്ളുന്ന സമൂഹം കോളേജ് കുമാരികളായിട്ട് പ്രവേശനം ചെയ്തു അല്ലേ. അപ്പൊ കോളേജിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. അതും ഒരടുത്ത കടമ്പ. ആ കടമ്പയും കടന്നു വന്ന് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാട്ടിലുടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, നാട്ടിലുടനീളം മെഡിക്കൽ കോളേജുകൾ, നാട്ടിലുടനീളം മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ പഠിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഏറ്റവും ഏറെ പെൺകുട്ടികൾ നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജുകളിൽ സെമിനാർ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോളേജ് യൂണിയന്റെ വാർഷികാഘോഷത്തിന് പോയി കഴിഞ്ഞാൽ, ഒരു സംവാദത്തിനോ സിമ്പോസിയത്തിനോ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടുകളിലൊക്കെ എത്രയേറെ പഠിക്കുന്ന കുട്ടികളുണ്ടായാലും അതിന്റെ 90%, 85% പെൺകുട്ടികളാണ് എന്നുള്ള അത്ഭുതകരമായ കാഴ്ച അതൊരു പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ പോലും കാണാൻ കഴിയുന്നു. അതിലാവട്ടെ ഏറിയ പങ്കും മുസ്ലിം പെൺകുട്ടികളാണ് എന്ന് സന്തോഷപൂർവ്വം അഭിമാനത്തോടു കൂടി പറയാൻ ഈ ലജ്നത്തിന് മുമ്പിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാന തൊഴിൽ രംഗത്തേക്ക് എത്തുമ്പോൾ, തൊഴിൽ സാന്നിധ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇത്രയുമേറെ പഠിച്ച ഒരുപാട് എഞ്ചിനീയർമാരെയും ഒരുപാട് ഡോക്ടർമാരെയും മറ്റ് അഡ്വക്കേറ്റ്മാരെയും മറ്റ് വിവിധ സാങ്കേതിക വിദഗ്ധരായ പെൺകുട്ടികളെയും ഒക്കെ പരിപോഷിപ്പിച്ച് റാങ്ക് നേടി ഉന്നത ജേതാക്കളായി കടന്നു വന്നിട്ട് അവസാനം നമ്മൾ തൊഴിൽ രംഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്രമാത്രം നമ്മുടെ പെൺകുട്ടികൾ ഈ തൊഴിൽ മേഖലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5% താഴെ മാത്രം അതിന് കണക്കുകൾ വ്യക്തമാണ്. ഇവിടെ പോയി പഠിച്ചവർ, ഈ പഠിച്ച ആളുകളൊക്കെ എവിടെ ചെന്നെത്തി നിൽക്കുന്നു എന്ന ഒരു പുനഃപരിശോധന നടത്തിയാൽ എനിക്ക് കാണാൻ കഴിയുന്നത് ആലപ്പുഴയിലോ എറണാകുളത്തോ ഒരുപക്ഷെ മാറ്റമുണ്ടാവാം. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പഠിക്കാൻ മെടുക്കല, പക്ഷെ പഠനം കഴിഞ്ഞാലോ വെറുതെ ചുമ്മാ വീട്ടില് കുത്തിരിക്കുക എന്നുള്ള ഒരൊറ്റ സമീപനം. ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട, ഒരു കുടുംബിനിയായ പെൺകുട്ടിയെ. ആ പെൺകുട്ടി മംഗലാപുരത്തുള്ള കർണാടകയിലെ ഒരു മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഒരു പെൺകുട്ടി. അവൾ ഇന്നിരിക്കുന്നത് വെറും കേവലം ഒരു കുടുംബിനി മാത്രമായി. കുടുംബിനി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സമൂഹത്തിൽ ഒരുപക്ഷെ അതിനേക്കാളും വലിയ ഉന്നത മാനങ്ങൾ കൈവരിക്കാൻ കഴിയുമായിരുന്ന അനേകായിരങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത് നേടിയെടുത്തിട്ട് ചുമ്മാ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാണും. ഇവിടെയാണ് ഒരു പുനർചിന്തനം ആവശ്യമാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റുപറയുന്നില്ല. ഒരുവിധം സ്ത്രീകളെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അത്രയും എന്റെ പ്രിയപ്പെട്ട ഷാനിമോളും സുജാതയും വളരെ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മുസ്ലിം സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പുതിയ വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുക. തൊഴിൽ രംഗത്തേക്ക് സ്ത്രീ പ്രാതിനിധ്യം കൂട്ടാനുള്ള മാനസികമായ പരിവർത്തനം എങ്ങനെ ലജ്നത്ത് പോലുള്ള സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിലൊക്കെ ആവട്ടെ നിങ്ങളുടെ അടുത്ത ശ്രദ്ധ. കാരണം ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസത്തിന് ഉറച്ചമേകാൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികൾക്ക് സാധിച്ചുവെങ്കിൽ വീണ്ടും ഇതാ 100 വർഷത്തിന് ശേഷം വലിയൊരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നാളെ നമ്മുടെ സമൂഹത്തിലെ തൊഴിൽ മേഖലകളിൽ അനേകായിരം പെൺകുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എന്തുകൊണ്ട് ലജ്നത്ത് പോലുള്ള സ്ഥാപനം ഏറ്റവും ചുരുങ്ങിയ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി പോലും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി തൊഴിൽ രംഗത്തേക്ക് അവൾ കടന്നു വരണമെന്ന് നിർബന്ധ വാശി പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റാൻ സാധിച്ചുകൂട. ഇത് നമ്മൾ ആലോചിക്കുന്ന വിഷയമാണ്. കാരണം ദീർഘിപ്പിച്ച് പറയുകയില്ല. കാരണം ഈ മേഖലയിൽ ഞങ്ങളുടെ മലബാറിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളും വ്യത്യസ്തമായി. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു പുരുഷൻ സ്ത്രീയൊക്കെ ഏറെക്കുറെ തുല്യമായി വീട്ടുജോലികളിലും തൊഴിൽ മേഖലയിലും ഒക്കെ പങ്കാളിത്തം വഹിക്കുന്നത്. എൻ്റെ നാട്ടിൽ നേരെ സ്ഥിതി മനസ്സിലായി. ഞങ്ങളുടെ നാട്ടില് അഥവാ ഒരു പെണ്ണ് പണിക്ക് പോകാമെന്ന് വിചാരിക്കും, ഒരു സർക്കാർ മേഖലയിലോ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ഭർത്താവ് ഒരു പക്ഷേ ഒരു തൊഴിലുമില്ലാതെ ഒരു പണിയുമില്ലാതെ രാപ്പകൽ അന്തിയോളം വീട്ടിലും പുറമേയും കച്ചവടപ്പേടികളും അല്ലെങ്കിൽ ടീ ഷോപ്പുകളിൽ ഇരുന്ന് അന്യന്റെ കുറ്റവും കുറവും പറയുന്ന അല്ലെങ്കിൽ വെറുതെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അല്ലെ സദാസമയം വീട് വലിച്ച് സിഗരറ്റ് വലിച്ച് സമയം കളയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും രാവിലെ ഈ പെൺകുട്ടിക്ക്
ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള സർവ്വജോലിയും കഴിച്ചു വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്, എൻ്റെ ഭാര്യ എടുത്തു തന്നെങ്കിൽ മാത്രമേ എനിക്കൊന്ന് പല്ല് തേക്കാൻ എൻ്റെ ബ്രഷ് എടുത്ത് കയ്യിൽ വെച്ച് തന്നാലും പോരാ, മറിച്ച് ആ ബ്രഷിൻ്റെ മുകളിൽ പേസ്റ്റ് ആക്കി എൻ്റെ കയ്യിൽ വെച്ച് തന്നെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ ഷർട്ട് ഇസ്തിരി ഇട്ട് എനിക്ക് ഇടാൻ വേണ്ടി വലത്ത് കൈ കാണിച്ചു കൊടുത്തിട്ട് വെടിയിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വസ്ത്രം ധരിക്കാൻ പോലും പ്രയാസമാണെന്ന് പറയുന്ന പുരുഷന്മാർ നമ്മൾ കാണാറുണ്ട്. ഇവിടെ എനിക്കറിയാം, ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് മാറണം. ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയ കുറെ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ, ഭൗതിക വ്യത്യാസം കൊണ്ടൊരു മാറ്റമുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന ആ മാറ്റത്തെക്കാളേറെ മാനസികമായ അഭിവൃദ്ധിക്ക് നമ്മൾ കണ്ടെത്തണം. ഇവിടെ പ്രിയപ്പെട്ട CS സുജാതയൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ മാനസികമായ മാറ്റത്തിനാവട്ടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കും. നേരത്തെ സൂചിപ്പിച്ച് അവസാനിപ്പിച്ച വാക്കുകളിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന അനേകായിരം പെൺകുട്ടികളും യുവതികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന പ്രയാസങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ കഴിയാതെ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസികമായി പ്രയാസപ്പെടുന്ന, ശാരീരികമായ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ അമ്മമാര്, ഉമ്മമാര്, സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകളില്ലാതെ, അവർക്ക് ഒരു കൈത്താങ്ങ് സഹായം കൊടുക്കാൻ നമുക്ക് അല്പമെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ ആവട്ടെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഉപകാരം. വെറും ഒരു തൊഴിൽശാലയിൽ പോയി അല്ലെങ്കിൽ വെറും ഒരു സ്കൂളിൽ പോയി അധ്യാപികയായതുകൊണ്ട് മാത്രം ആ വിദ്യാഭ്യാസത്തെ കൊണ്ട് നേട്ടമുണ്ടായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. മറിച്ച് സമൂഹത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങൾ, ഒരു പൊതുപ്രവർത്തക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീ, അല്ലെ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ, ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ ഞാൻ പരിപാലിക്കുന്നത് പോലെ, എൻ്റെ കുടുംബത്തിലെ ജനങ്ങളെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വാപ്പയെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ പരിചരിക്കണമോ അതുപോലെ എൻ്റെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന, എൻ്റെ വീട്ടിൻ്റെ അയൽപ്പക്കത്ത് കിടക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഒരുറ്റ് വെള്ളം എടുത്തു കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കാൻ, അതേ വിദ്യാഭ്യാസം ഉപകരിച്ചാൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടം കൈവരിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. ഇന്ന് നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ കാണുന്ന 2 വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ സ്ത്രീകളെ കുറ്റം പറഞ്ഞതാണ്, ഒരിക്കലും പ്രിയപ്പെട്ട സുജാതയോടും ഷാനിമോളും ഞാൻ അഭ്യർത്ഥിക്കുക. 2 തലക്കെട്ട് ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ട്രെയിനിൽ ഇരുന്ന് വരുന്ന സമയത്ത് പത്രം വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, 34 വയസ്സുകാരിയായ ഒരു പെണ്ണ് 30 കോടി രൂപയുടെ വില മതിക്കുന്ന കള്ളക്കടത്ത്, മയക്കുമരുന്ന്, മയക്കുമരുന്നുമായിട്ട് കൊച്ചി എയർപോർട്ടിൽ അവിടെ പിടിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. 30 കോടി വില മതിക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനക്കായിട്ട് ഒരു 34 വയസ്സുള്ള ചെറുപ്പക്കാരി അതുമായിട്ട് കൊച്ചിയിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സമയത്ത് ആരുടെയോ രഹസ്യാന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഈ പെൺകുട്ടി പിടിയിലകപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറം മറ്റൊരു വാർത്ത നിങ്ങൾ കാണാം. എന്താ? 20 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി 70 വയസ്സുകാരായ ഒരു വൃദ്ധനെ നഗ്നനായി നിർത്തിയിട്ട് പറ്റിച്ചിരിക്കുന്നു. വായിച്ചു. മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ 70 വയസ്സുകാരനായ ഒരു മനുഷ്യനെ, പാവ മനുഷ്യനെ പറയുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു മുമ്പ്, ആ മനുഷ്യനെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു വീട്ടിൽ 20 വയസ്സുകാരിയായ ഒരു പെണ്ണ് ചെന്നിട്ട് അയാളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, അയാൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഓഫർ ചെയ്യുന്നു. സ്ത്രീ ഓരോരുത്തരും സൂചിപ്പിച്ചതിന്റെ ചെറുത് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ടേ, അഡ്വക്കേറ്റ് പി കുൽസു സൂചിപ്പിച്ചുവല്ലോ, ഭർത്താവിന്റെ കത്ത് വരെ പോസ്റ്റ്മാൻ വായിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് പ്രത്യേകിച്ചും വളരെ വേദനയോടുകൂടി പങ്കുവെക്കുന്ന നമ്മുടെ മുസ്ലിം സ്ത്രീകൾ. അവിടെ നിന്ന് ഇന്ന് നമ്മൾ അറിവില്ലാത്തവരല്ല, നമ്മൾ ഇന്ന് വിദ്യാഭ്യാസം നേടാത്തവരല്ല, എല്ലാ നിലയിലും മുൻപന്തിയിലെത്തിയിട്ടും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, നമ്മുടെ ഷാനിമോൾ സൂചിപ്പിച്ച സ്ത്രീധനം മുതൽ വിവാഹദൂർത്ത് മുതൽ ഇനിയും സ്ത്രീകളായ നമ്മൾ ഒരുപാട് പ്രതികരിക്കേണ്ടതുണ്ട്. അതെ, സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ ടീച്ചർ സൂചിപ്പിച്ചുവല്ലോ, when a man is educated, the person is educated. When a woman is educated, the family is educated. ഒരു പുരുഷൻ വിദ്യ സ്വായത്തമാക്കിയാൽ അത് ആ വ്യക്തിയിലാണ്. എന്നാൽ ഒരു സ്ത്രീയാണ് വിദ്യ സ്വായത്തമാക്കുന്നത് എങ്കിൽ അത് അവളുടെ കുടുംബത്തിൽ, അതെ പ്രിയപ്പെട്ടവരെ, ഓരോ സ്ത്രീയും നന്നാവുകയാണെങ്കിൽ അതുവഴി ഓരോ കുടുംബത്തെയും, അതുവഴി നമ്മുടെ സമൂഹത്തെയും സമാധാനത്തോടു കൂടെ
കിടന്നുറങ്ങി ഉണരാൻ കഴിയുന്ന ഒരു കേരളം നാം സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, നമുക്ക് നേടിയെടുക്കണം. അങ്ങനെ ഒരു സ്ത്രീക്ക് സാധിക്കുമോ? സാധിക്കും. നമ്മുടെ പ്രവാചകൻ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള ഏറ്റവും നല്ല വിഭവം ഒരു സ്വാലിഹത്തായ പെണ്ണാണ്. ഒരു ലോകൻ എന്ന ചിന്തകൻ പഠിപ്പിച്ചിട്ടുള്ളതും പക്വമതിയായ പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട വസ്തു. ഈ പക്വമതിയായ പെണ്ണാണ്, ആ പെണ്ണിന്റെ, ആ സ്ത്രീയുടെ മടിത്തട്ടിലാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. ആ കുഞ്ഞിന് ധാർമ്മികത നൽകി ലോകത്തുള്ള നമ്മുടെ മുഴുവൻ കുടുംബവും ആവണം. സൽഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയായി കൊണ്ടുള്ള ഒരു കുടുംബത്തെ നാം വാർത്തെടുക്കണം. ഇന്ന് നമ്മൾ എല്ലാം നേടിയത് മുഴുവനും ഇവിടെ നിരത്തി. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിരത്തിയിട്ടു പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടുകൂടി പങ്കുവെക്കുന്നു. ദുർഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ. ഇവിടൊക്കെ സൂചിപ്പിച്ചുവല്ലോ, ഒന്നും മക്കളോട് പറയാൻ പാടില്ല. വളരെ ശരിയാണ്, ഒന്നും പറയാൻ പാടില്ല. എന്നാൽ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മടിത്തട്ടിൽ ജനിച്ചു വീഴുന്ന നമ്മുടെ മക്കൾക്ക് നല്ല റോൾ മോഡലായി മാതൃക കാണിച്ചു കൊടുക്കാൻ ധാർമ്മികതയിലൂടെ, സംസ്കാരത്തിലൂടെ LKG-യിലും UKG-യിലും പഠിപ്പിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നാഗ്രഹിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകിയാൽ പ്രിയപ്പെട്ടവരെ, അതല്ല സംസ്കാരം. ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് ലിവിങ്സ്റ്റൺ പറയുകയുണ്ടായി, എഡ്യൂക്കേഷൻ is not teaching people to know what they do not know. It is making them behave as they do not behave. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് 10ഉം 12ഉം കഴിഞ്ഞ് ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടുന്ന രൂപത്തിൽ ഒരു ജോലി നേടുക എന്നതല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇറ്റ് ഈസ് മേക്കിംഗ് ദം ബിഹേവ് ആസ് ദേ ഡു നോട്ട് ബിഹേവ്. പെരുമാറാൻ അറിയാത്തവരെ പെരുമാറാൻ, സംസ്കാരമില്ലാത്തവർക്ക് സംസ്കാരം പഠിപ്പിക്കുക എന്നതാണ്. നമ്മൾ 100 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ലജ്നത്തുൽ മുഹമ്മദിയ്യ മുസ്ലിം സമൂഹത്തിന് അന്ന് മതവിദ്യാഭ്യാസത്തിന് മാത്രം പ്രസക്തി നൽകിയിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് അതും കൂടി നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം പടുത്തുയർത്തി ഇന്ന് പാരമ്പര്യത്തിന്റെ മികവിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഇന്ന് ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ടല്ലോ. അതെ, അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചുംബന സമരം മുതൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇവിടെ നമ്മുടെ സുജാത സൂചിപ്പിച്ചുവല്ലോ, 5 മണിയാകുമ്പോഴേക്കും 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താൻ ഭയപ്പാട് കാണിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇന്ന് അങ്ങനെയായി? സ്വന്തം അടുത്ത വീട്ടിൽ അയക്കുന്നത് പോയിട്ട് സ്വന്തം നിഴലിനെ വരെ, എന്തിലേറെ പറയണം പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവിനെ വരെ വിശ്വസിക്കാൻ പറ്റാത്തത്രയും നമ്മുടെ സമൂഹം ഇന്ന് അധപ്പതിച്ചു പോവുകയാണ്. ആരാണ് ഇതിനെയൊക്കെ ഈ ലോകത്ത് ജന്മം കൊടുത്തിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇന്നെവിടെയും പ്രശ്നം? പരിഹാരമില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല. കേരളമാണെങ്കിൽ ഇന്ത്യയാണെങ്കിലും ഒരുപാട് കാര്യത്തിന് മുൻപന്തിയിലാണ്. എന്നിരുന്നിട്ടും ഇന്നിപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ കാണുന്ന വായിക്കുന്ന വാർത്തകളൊക്കെ പ്രിയപ്പെട്ടവരെ എന്ത് ലജ്ജാവഹമായ കാര്യങ്ങൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, വളരെ വേദനയോടുകൂടി പങ്കുവെക്കട്ടെ, നമ്മളിൽ നിന്ന് തുടങ്ങണം. ഈ പറഞ്ഞ ആളുകളൊക്കെ വാക്കുകള് എനിക്ക് വല്ലാത്ത രോമാഞ്ചം ഉണ്ടാവുകയാണ്. ഓരോ വാക്കുകള് അഡ്വക്കേറ്റ് ഷാലിമോൾ സൂചിപ്പിച്ച വിവാഹത്തിൽ നമ്മളെ പോലുള്ള ആളുകളാണ് അതിന് സാക്ഷിയാകുന്നത്. അതെ, എന്തുകൊണ്ട്? നമ്മളിൽ നിന്ന് തുടങ്ങിയാൽ അതിന് മാറ്റം വരും. നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ സ്ത്രീധനം ഇവിടെ സൂചിപ്പിച്ചു, അതും നമ്മളിൽ നിന്ന് തുടങ്ങണം. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിന് മാറ്റം വരും. അഡ്വക്കേറ്റ് പി കുൽസു ഇവിടെ സൂചിപ്പിച്ചു, ഇത്രയും വൃത്തികെട്ട ഇന്ന് പേപ്പറിൽ വായിച്ച വൃത്തികെട്ട 2 ന്യൂസ്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് എന്നെയും നിങ്ങളെയും പോലുള്ള അമ്മമാരാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഈ വനിതാ സമ്മേളനത്തിന്റെ സമാപനത്തിൽ എനിക്ക് നിങ്ങളോട് നൽകുവാനുള്ള ആഹ്വാനം,
നമ്മൾ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടവരല്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നവോത്ഥാന നായകനായ KM മൗലവിയുടെ ഭാര്യ ഫാത്തിമക്കുട്ടി സാഹിബയെ, ആ സാഹിബയുടെ അടുക്കൽ പോലീസുകാർ കയ്യൊപ്പ് വാങ്ങാൻ, പോലീസുകാർ KM മൗലവിയുടെ കയ്യൊപ്പിന് വേണ്ടി വന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഈ പേപ്പറിൽ നിങ്ങൾ ഒപ്പുവെക്കണം, നിങ്ങളുടെ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞ് ഫാത്തിമക്കുട്ടി സാഹിബയുടെ അടുക്കലേക്ക് പോലീസുകാർ വന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ ഇതിന്റെ ശരിയും തെറ്റുമറിയാതെ ഈ പേപ്പറിൽ ഒപ്പുവെക്കുകയില്ല എന്ന് പോലീസുകാരോട് ചങ്കുറ്റം കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുകയും, വല്ലാത്തൊരു മാപ്പിളപ്പെണ്ണാണല്ലോ ഈ നിൽക്കുന്നത് എന്ന നിലയിൽ പുച്ഛത്തോടുകൂടി പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, കൗമാരപ്രായമാവട്ടെ, നമ്മൾ സ്ത്രീകളാവട്ടെ, കൗമാരപ്രായം എന്നൊക്കെ പറയുമ്പോൾ നെൽച്ചെടി പോലെ, കാച്ചത്താടുന്ന നെൽച്ചെടി പോലെ, അത് കണ്ടാൽ അങ്ങോട്ടും ഇത് കണ്ടാൽ ഇങ്ങോട്ടും എന്ന നിലയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇന്നിങ്ങനെ പാറി നടക്കും. പറവുകളൊന്നും വെളി കഴിക്കാറില്ലല്ലോ. ഈ പാട്ടൊക്കെ പാടി ഒന്നിനും ഒരു വിലക്കില്ലാതെ തന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് എന്തേ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങിയാൽ, എന്തേ കുട്ടികളോട് ഇങ്ങനെയായാൽ എന്നൊക്കെ ലജ്ജയില്ലാതെ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ നമ്മളൊരാളും മിണ്ടാതിരിക്കേണ്ട സമയമല്ല ഇത്. ഇതൊക്കെ നമ്മൾ നേടേണ്ടതൊക്കെ നേടി എന്ന് വിചാരിച്ചിട്ട് ഇനിയൊന്നും ഒന്നിനും പ്രതികരിക്കേണ്ട എന്നൊരാൾക്കും തോന്നിപ്പോവരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രതികരിക്കണം. ഓരോ സ്ത്രീകളും 50% സംവരണമെന്നല്ല, ഇതിനൊക്കെ നേരത്തെ സുജാത സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ അനുഭവിക്കുന്നതും ഇതിനൊക്കെ ഇരകളാകുന്നതും അതിന് ഇന്ത്യയിലല്ല ലോകത്തെവിടെയായാലും എല്ലാത്തിനും ഇരകളാകുന്നതും വേദനിക്കുന്നതും ഓരോ മാതാവിന്റെയും ഹൃദയമാണ് എന്നതിന് ഒരു സംശയവുമില്ലല്ലോ. എല്ലാം നമ്മളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും ഇതൊന്നും ഇന്നത്തെ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ വളരെ വിഷമാണ്. കുട്ടികൾ ഇന്ന് രാവിലെ ഇങ്ങനെ സ്കൂളിലങ്ങ്, ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ സാധാരണ സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ വനിതകൾക്ക് ഇന്ന് ഏറ്റവും വലിയ സമാധാനം രാവിലെ കുട്ടികൾ ഇങ്ങനെ വലിയ വെയിറ്റുള്ള ബാഗും തോളിലിട്ട് JCB കയറ്റിവിടലാണ് എന്ന്. മലയാളി ചോദിക്കും, അതെന്താ ടീച്ചറെ JCB? ഓരോ സ്കൂൾ ബസ്സും വീട്ടിന്റെ മുന്നിൽ വന്ന് ഗേറ്റിന്റെ അടുത്ത് കുട്ടികൾ ഇങ്ങനെ ജോറായി കോരി ബഹാരി, അതിന് ഞാനിട്ട പേരാ JCB. ഈ JCB ഇങ്ങനെ കയറ്റി വിട്ടാൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ സ്ത്രീകളും പിന്നെ ടിവിന്റെ മുന്നിൽ സിനിമയാണോ സീരിയലാണോ എന്ന നിലയിൽ, ആരാണ് റിയാലിറ്റി ഷോ, അതെന്താ ഇതെന്താ എന്ന നിലയിൽ നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ സമയം ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ നശിപ്പിക്കേണ്ടവരാണോ നമ്മൾ? അല്ല, നമുക്കൊരുപാട് കടമകളുണ്ട്. നമ്മുടെ മക്കളോടെന്നല്ല, നമ്മുടെ കുടുംബത്തിനോടെന്നല്ല, സമൂഹത്തോട് നമുക്ക് ബാധ്യതകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം എന്റെ പ്രിയപ്പെട്ട സദസ്യന്റെ മുന്നിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നല്ല ജനത അതാരാണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഓരോ മനുഷ്യനും. അതെ, ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സ്ത്രീ സമൂഹത്തെ മുഖ്യധാരയിൽ എത്തിച്ചുകൊണ്ട് പലതിനും നമ്മൾ പ്രതികരിക്കുന്നത് പോലെ നമുക്ക് നല്ലൊരു സമാധാനത്തോടുകൂടി കിടന്നുറങ്ങി ഉണരാൻ കഴിയുന്ന ഒരു കേരളത്തെ വാർത്തെടുക്കുന്നത് മുതൽ ലോകത്ത് സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിനും തീർച്ചയായും നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി വളരെ സ്നേഹത്തോടെ, നേരത്തെ അഡ്വക്കേറ്റ് ഷാനിമോളെ സൂചിപ്പിച്ചുകൊണ്ട് സുജാത സൂചിപ്പിച്ചുവല്ലോ, എന്തേ നമ്മൾ 2 രാഷ്ട്രീയ പാർട്ടികളിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും കൂടി നമ്മൾ വളരെ സ്നേഹമാണ്. നിങ്ങൾക്ക് അവരിൽ മാതൃകയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ജാതിയെന്നോ മതമെന്നോ വിഭാഗമെന്നോ കക്ഷി രാഷ്ട്രീയമെന്നോ ഒന്നും നോക്കാതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കെട്ടായി സ്ത്രീകൾ സ്നേഹത്തോടെ ഐക്യത്തോടെ നല്ല കുടുംബത്തെയും നല്ല സമൂഹത്തെയും വാർത്തെടുക്കാൻ നമ്മൾ മുഴുവൻ ആളുകളും സ്നേഹത്തോടുകൂടി ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്തരം സ്ഥാപനം ഇത് എത്രയോ നല്ല മനസ്സിന്റെ ഉടമകൾ തണലായിക്കൊണ്ട് നമുക്ക് സമ്മാനിച്ചോ. ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള പല ആളുകളും ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ കൂടെയില്ല എങ്കിലും അവർ ഒരുപാട് ത്യാഗം സഹിച്ച്, അതൊന്നും അവരുടെ സ്വന്തത്തിലേക്ക് വേണ്ടിയോ അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അവരൊക്കെയും
അവരൊക്കെയും സമൂഹത്തിന്റെ ആവശ്യം, ലോകത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലെ ഇനി വരാനുള്ള നമ്മുടെ വരും തലമുറക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് സമ്മാനിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൃദ്ധസദനങ്ങളെ മാതാപിതാക്കൾ വയസ്സായി, ഊണില്ല ഉറക്കില്ല എന്ന നിലയിൽ മാതാപിതാക്കൾ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി, അവസാനം ഈ മക്കൾ മാതാപിതാക്കളെ പരിചരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലോ മറ്റോ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന പ്രവണതയൊക്കെ കൂടി വരുന്നു എന്ന്, അതൊക്കെ ശരിയാണ്. എന്നാൽ ഇതേ സന്ദർഭത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പം എന്നെ അഭിസംബോധന ചെയ്തപ്പോ, എന്നെ ക്ഷണിക്കുമ്പം അവർ സൂചിപ്പിച്ചുവല്ലോ, കണ്ണൂർ ജില്ലയിൽ നമ്മളൊരു അത്താണി എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, വീടില്ലാത്ത, ആരോരുമില്ലാത്ത അനാഥകളായ, അത് കണ്ണൂർ ജില്ലയിലെ മാത്രമുള്ള സ്ത്രീകളെയല്ല, മറിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് നാട്ടിലായാലും വനിതകൾക്ക് വേണ്ടി വനിതകൾ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു പറ്റം സാധാരണ സ്ത്രീകൾ, എന്റെ കൂടെ നിങ്ങളെ പോലെയുള്ള ഒരിത്തിരി സ്ത്രീകൾ കൂടി ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ച് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ ഇന്ന് അനാഥരാകുന്നുണ്ട്, എത്രയോ ആളുകൾ ഇന്ന് മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. ഈ രൂപത്തിൽ അനാഥരാകുന്ന ആളുകൾ വൃദ്ധസദനങ്ങൾ ലോകത്തുണ്ട് എങ്കിലും കൂടി പ്രിയപ്പെട്ടവരെ, എന്റെ സ്ഥാപനത്തെയൊക്കെ ചോദിച്ചിട്ട് ആരെങ്കിലും വൃദ്ധസദനം നടത്തുന്ന ഷമീമ ടീച്ചർ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, അല്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയിട്ടുണ്ടാകും. എനിക്കത് വൃദ്ധസദനം എന്ന് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. കാരണം നമ്മുടെ ലോകത്ത് ഇന്ന് വൃദ്ധസദനം എന്നും ഓൾഡേജ് ഹോം എന്നൊക്കെ പറഞ്ഞു കാണുന്നത് മാതാപിതാക്കളെ, മക്കൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് തൽക്കാലം മരിക്കുന്നത് വരെ ഒരു ആശാകേന്ദ്രമായിക്കൊണ്ടാണ്. എന്നാൽ തന്റേതല്ലാത്ത കാരണത്താൽ അനാഥകളായിക്കൊണ്ട്, തന്റേതല്ലാത്ത കാരണത്താൽ വിധവകളായിക്കൊണ്ട്, ഒരുപാട് മക്കളെ പ്രസവിച്ചിട്ട് 9 മക്കളെയൊക്കെ പ്രസവിച്ച സഹോദരിമാർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. 9 മക്കളെ പ്രസവിച്ചിട്ട് 9 മക്കളും എവിടെ? ചില ആളുകളൊക്കെ വന്നാൽ ഇവരിങ്ങനെ പല ആളുകളുടെയും ബെഡിനടുത്തു കൂടി പോകുമ്പോ ചിലയാള് ചോദിക്കും, ഇതാരാ, ഇതെന്താ എന്നൊക്കെ. അപ്പൊ ആ സ്ത്രീ പറയും, മോളെ, ഞാൻ 9 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ പറയും, 9 മക്കളെ പ്രസവിച്ചിട്ട് 9 മക്കളും നിങ്ങൾ നോക്കുന്നില്ലേ? ആ സ്ത്രീ പറയും, അല്ല മോളെ, എന്റെ മുന്നിൽ നിന്ന് ദൈവം 9 മക്കളെയും തിരിച്ചു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, മുമ്പ് എന്റെയും നിങ്ങളുടെയും ചെറുപ്പകാലത്ത് ഇത്തരത്തിൽ മക്കൾ മരണപ്പെട്ട കഥകളോ, മക്കൾക്ക് രോഗമായി കൊണ്ട് ഉള്ള 2 മക്കൾ മരിച്ചു എന്നോ 3 മക്കൾ മരിച്ചു എന്നൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് പറയുമ്പോൾ വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. എന്നാൽ അതും ഇന്ന് തെറ്റി, അല്ലേ? ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് മുഴുവനും അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ. എത്രയോ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് 1, 2, 3 എന്ന നിലയിലൊക്കെ മക്കൾ മരിച്ചു പോകുമ്പോൾ, അതെ, ഇങ്ങനെ തന്റേതല്ലാത്ത കാരണത്താൽ അനാഥകളാകുന്ന, വിധവകളാകുന്ന, ആരോരുമില്ലാത്തവരാകുന്ന ഈ സ്ത്രീകൾ എവിടെ പോകും? നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീ സംവരണം എന്ന പേര് പറഞ്ഞ് ഇവിടെയൊക്കെ ലോകത്ത് നമ്മൾ അടിപിടി കൂടുന്നതും അല്ലാത്തതൊക്കെ നമ്മൾ പല കാഴ്ചകൾ കാണുമ്പോൾ, ഇങ്ങനെ ആരോരുമില്ലാത്ത വഴിയാധാരമായി പോകുന്ന സ്ത്രീകൾ, അവർ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഒരു നിമിഷം വരെ എനിക്കാരുമില്ലാതായി പോയല്ലോ എന്ന് അവർ വിഷമിക്കരുത്, അവർ വിലപിച്ചു പോകരുത്. അതുകൊണ്ട് ഇതാ പ്രയാസപ്പെടരുത് കേട്ടോ. ഇതാ ആരോരുമില്ലാത്തവർക്ക് കൈ താങ്ങായിക്കൊണ്ട്, അതൊരു പ്രത്യേക ജില്ലയല്ല, ഒരു പ്രത്യേക ജാതിയല്ല, മതമല്ല, ആര് വന്നാലും ആ പഞ്ചായത്തിൽ, ഏത് ജില്ലയിലാണ് നിങ്ങൾ, ഏത് പഞ്ചായത്തിലാണ്, ആ പഞ്ചായത്തിലുള്ള അവിടെയുള്ള മഹല്ലുമായോ അവിടെയുള്ള കൗൺസിലർമാരുമായോ അന്വേഷിച്ച് ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് നോക്കി അവരെ നമ്മൾ പൂർണ്ണമായും ഏറ്റെടുത്ത് 2005 നവംബർ മാസം നമ്മൾ തുടങ്ങി വെച്ച അത്താണി എന്ന സ്ഥാപനത്തിൽ 71 സഹോദരിമാർ മരണപ്പെടുകയും ഇന്ന് ദൈവാനുഗ്രഹത്തിൽ 62 ആരോരുമില്ലാത്ത സ്ത്രീകൾ, പ്രിയപ്പെട്ടവരെ, അതും വാട്ടർ ബെഡിലും വീക്കായും ക്യാൻസർ വന്നും വാതരോഗം പിടിപെട്ടും
സ്ട്രോക്ക് വന്നു ഒന്നുമില്ലാതെ വാട്ടർ ബെഡിലൊക്കെ തളർന്നു കിടക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അത്താണിയായി മാറാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വനിതാ സമ്മേളനത്തിൽ ഈ ലജ്നത്തുൽ മുഹമ്മദിയയുടെ 100ാം വാർഷികത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വനിതാ സഹോദരിമാരോട് ഞാനിത് പങ്കുവെച്ചത് ഇന്നലകളിൽ ഇവിടെ നടന്ന സമ്മേളനം എനിക്കറിയാൻ സാധിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവാഹ സഹായം ഇന്നലെ 3 വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നും ഇനി 100 വിദ്യാർത്ഥികളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും, അതേപോലെ ഈ ലജ്നത്തിന്റെ ചരിത്രത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ അറിയാനാകുമ്പോൾ സന്തോഷത്തോടൊപ്പം ആ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ മുഴുവൻ സ്ത്രീകളും മുഴുവൻ ആളുകളും കൂടി സമൂഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രംഗത്തിറങ്ങിയാൽ നമുക്ക് എന്തുമാത്രം സന്തോഷം, എന്തുമാത്രം ആഹ്ലാദം. നമ്മൾ വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കിയാൽ ഐഡിൽ ബ്രെയിൻ ഈസ് ദി ഡെവിൾസ് വർക്ക്ഷോപ്പ്. അലസമായിരിക്കുന്ന ബുദ്ധി പിശാചിന്റെ പണിപ്പുരയാണ്. നമ്മുടെ ആയുസ് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം, ഈ നേട്ടം കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടണം, സമാധാനം കിട്ടണം, എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു മനോഭാവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ സാധിക്കണം. അതിന് നമ്മൾ തുടങ്ങേണ്ടത് നമ്മിൽ നിന്ന് ഓരോ സ്ത്രീകളും നന്നാവുമ്പോൾ കുടുംബം, സമൂഹം, അതിൽ ആ സ്ത്രീകൾ ഒരു കുടുംബത്തിലെ മാതാപിതാക്കളിൽ ആ മാതാവിന്റെ അത് നന്നായിട്ടില്ലെങ്കിൽ ഉറപ്പ്. വളരെ സന്തോഷത്തോടു കൂടിയും നന്ദിയോടു കൂടിയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇത്രയും ദിവസവും 3 ദിവസവും ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടന്നു. എങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ സംഘാടകർ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി നമുക്ക് വേണ്ടി മാത്രം ഒരു സെഷൻ മാറ്റിവെച്ചു. അതിന് വളരെ നന്ദിയോടും അതിനോടൊപ്പം തന്നെ സന്തോഷത്തോടും കൂടി ഞാൻ എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ കുടുംബത്തിലേക്ക് നേരിട്ടെത്തുന്ന കുറേ കാര്യങ്ങളാണ് നാം ഇവിടെ കേട്ടത്. അതെല്ലാം വളരെ ഞെട്ടലോടെയും അതിനോടൊപ്പം തന്നെ ആസ്വാദ്യകരമായ രീതിയിലും ചിന്തനീയമായ രീതിയിലും നമ്മുടെ മുൻ ആദരണീയരായ പ്രഭാഷകരൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം സീരിയലിൻ്റെ മുൻപിലാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാം പറയാറുണ്ട്, നമ്മുടെ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ടീച്ചേഴ്സിനോട് നിരന്തരമായി പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ പറയുന്നിട്ട് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് നാം പറഞ്ഞിട്ട് കേൾക്കാത്തത് എന്ന് നാം ചിന്തിക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് സീരിയൽ കണ്ടുകൊണ്ട് മോളെ നീ മുറിയിൽ പോയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടി അത് അനുസരിക്കണമെന്നില്ല. നാം വേണം മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. നമ്മിൽ നിന്നാണ്, മാതാവിൽ നിന്നാണ് ഏറ്റവും ആദ്യമായി നല്ല പാഠങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരു രാജാവിൻ്റെ കുതിരകളെ പരിശീലിപ്പിക്കാൻ ഒരു പരിശീലകൻ വന്നു. അദ്ദേഹം രാജാവിൻ്റെ 10 കുതിരകളെ പരിശീലിപ്പിച്ചു. എന്നാൽ അതിലൊരു കുതിര മാത്രം വികലാംഗനായി മുടന്തിയാണ് നടന്നത്. രാജാവ് പല രാജ്യങ്ങളിൽ നിന്നും പല വൈദ്യന്മാരെയും വരുത്തി ആ കുതിരയെ പരിശോധിപ്പിച്ചു. എന്നാൽ ആർക്കും തന്നെ ഒരു രോഗവും ആ കുതിരകൾ കാണാൻ കഴിഞ്ഞില്ലെന്ന്. എന്നാൽ പല പണ്ഡിതന്മാരെയും വരുന്നതിൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, രാജാവേ, ഈ കുതിര അതിൻ്റെ പരിശീലകനെ അനുകരിക്കുകയാണ്.
ഇവനത് രോഗമല്ല, കാരണം പരിശീലകനൊരു വികലാംഗനായിരുന്നു. അതുപോലെ കുട്ടികളെ മോൾഡ് ചെയ്യാൻ ഒരു മാതാവിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സാധിക്കും. നാം എല്ലാവരും കുഞ്ഞുങ്ങളെ പരാതി പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ നാം മനസ്സിലാക്കുകയും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്പലപ്പുഴയിൽ നടന്നതുപോലെയുള്ള ആത്മഹത്യകൾ പെരുകാതെയിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പല മേഖലകളിൽ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ മുൻ പ്രഭാഷകരെല്ലാവരും. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇന്ന് ചുവടുവെക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പെട്ടു തന്നെയാണ്. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശക്തിയുണ്ട്. ആദ്യത്തെ വനിതാ IPS ഓഫീസറായ കിരൺ ബേദി തന്റെ ആത്മകഥയായ മോർച്ചാദർ മോർച്ചയിൽ പറയുകയുണ്ടായി, ഒരു പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് അതിലൂടെ ഒരു മധുരമുള്ള അരിവെഴുക്കാൻ ശക്തിയുള്ളവളാണ് സ്ത്രീ. സ്ത്രീ എന്നാൽ ധൈര്യമാണ്, അമ്മയാണ്. അവൾക്ക് മാത്രമേ ഈ സമൂഹത്തിൽ നല്ല ഒരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ത്രീ ഇല്ലാതെ, സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു മുന്നേറ്റവും സാധ്യമല്ല. ഒരു സമൂഹത്തിന്റെ ഉയർച്ചയെ മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം ആ സമൂഹത്തിലെ സ്ത്രീകളുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ സമൂഹത്തിൽ എത്രത്തോളമുള്ള ഉന്നതയാണ്, എത്ര പേർക്ക് ഉദ്യോഗമുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ സമൂഹത്തിന്റെ ഉന്നമനം നമുക്ക് എത്ര കണ്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി, മൂല്യമുള്ളവരാക്കി വളർത്തി, തിന്മകളോട് പ്രതികരിക്കുന്നവരായി വളർത്തി, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നോ പറയാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ നൽകി നമുക്ക് വളർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷയും സ്കൂൾ പ്രിൻസിപ്പളുമായ സെലീന ടീച്ചർ ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ സജീവമായും സന്തോഷമായും ഊർജ്ജസ്വലയായും ഓടി നടക്കുന്ന ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചർച്ച ചെയ്തു. ടീച്ചറിന് ഈ യോഗത്തിന്റെ പേരിലും ലജനത്തുൽ മുഹമ്മദിയ സംഘടനയുടെ പേരിലും എൻ്റെ അഗൈതവമായ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച മുൻ AICC സെക്രട്ടറിയും സംസ്ഥാന മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ആലപ്പുഴയുടെ സ്വന്തം പുത്രിയുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, എല്ലാവർക്കും സുപരിചിതയായ സ്ത്രീകളുടെ പ്രശ്നം എവിടെയുണ്ടോ അവിടെയൊക്കെ സജീവമായി പങ്കെടുക്കുന്ന, അവിടെയൊക്കെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ, ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമുക്ക് ഏവർക്കും ശക്തി പകരാൻ, ഊർജം പകരാൻ ഇവിടെ എത്തിച്ചേർന്ന മഹനീയ സാന്നിധ്യത്തിന് ഞാൻ അകൈതവമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലാളിത്യത്തിനുടമയായ നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ശ്രീമതി സുജാത മാഡം, MP കൂടിയാണ്. നമ്മളെല്ലാം പല വേദികൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി നല്ല ഉപദേശങ്ങളൊക്കെ നൽകാനായി ഇവിടെ എത്തി ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നുപോയി നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിച്ച മേഡത്തിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു.